ഋഷഭ കണ്ടു. ഞാൻ ആദ്യമേ തന്നെ പറയാം, ഇതൊരു പൊട്ട സിനിമയായിരുന്നു. പക്ഷേ അസഹനീയമായ സിനിമയായിട്ടും അതേപോലെ ഒട്ടും സഹിക്കാൻ പറ്റാത്ത സിനിമയായിട്ടും തോന്നിയില്ല. കണ്ടിരിക്കാൻ പറ്റും. 2 മണിക്കൂറാണ് ഈ സിനിമയുടെ ദൈർഘ്യം. അതുകൊണ്ട് കണ്ടിരിക്കാൻ പറ്റും. 2.5 മണിക്കൂർ ആയിരുന്നെങ്കില് ചിലപ്പോ നമുക്ക് അസഹനീയമായ ഒരു അവസ്ഥ നമുക്ക് തിയേറ്ററിൽ നമുക്ക് തോന്നിയേനെ. ഏതോ എന്തോ ക്രിയേറ്റേഴ്സിന് അങ്ങനത്തെ ഒരു ധാരണ ഉണ്ടായി. നമ്മുടെ ആ ഒരു കാര്യത്തിൽ കരുണ കാണിച്ചു. ഒരു മോശം സിനിമാനുഭവം തന്നെയാണ് സിനിമ തരുള്ളൂ. പക്ഷെ എന്നാ പോലും വെറുതെ ഇരുന്ന് ഇങ്ങനെ കണ്ടിരിക്കാം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എനിക്ക് വേറൊരു കാര്യം തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ എഴുതിയിരിക്കുന്നതും ഡയറക്ട് ചെയ്തിരിക്കുന്നതും നന്ദകിഷോറാണ്. പക്ഷെ നന്ദകിഷോർ തന്നെ ഈ സിനിമ എഴുതിയിട്ട് വേറൊരാൾക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് ഡയറക്ട് ചെയ്യാൻ കൊടുത്തായിരുന്നു. ഒരു ക്വാളിറ്റി ഡയറക്ടറിന് ഈ സിനിമ ഡയറക്ട് ചെയ്യാൻ കൊടുത്തായിരുന്നു ചിലപ്പോൾ ഈ സിനിമ അത്യാവശ്യം എന്റർടൈനിങ് എൻഗേജിംഗ് ആയി മാറിയേനെ. ഇങ്ങനെ ഒറ്റൊരുത്തനാണ് ഈ സിനിമയെ ഇത്രയും അവിഞ്ഞ ഒരു കോലത്തിലാക്കി വെച്ചിരിക്കുന്നത്. ഭയങ്കര മീഡിയോക്കർ, വളരെ ഓൾഡ് ക്ലാസ് ഫിൽം മേക്കിംഗ് ആണ് ഈ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അതാണ് സിനിമയോട് ചെയ്ത ഏറ്റവും വലിയ ചതിയായിട്ട് തോന്നിയത്. നന്ദകിഷോർ സിനിമ ഡയറക്ട് ചെയ്തത്. ഒരു മോശം ഡയറക്ടർ ആണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പടം കംപ്ലീറ്റ്ലി കൈവിട്ട പോയ പോലെ തന്നെയാണ്. കഥയാണെങ്കിൽ പോലും. ഈ പടത്തിന്റെ കഥ ഭയങ്കര ഒരു നോർമൽ റീഇൻകാർണേഷൻ സ്റ്റോറിയാണ്. ഒരു പുനർജന്മം, പുതിയ കാലത്തൊരു പുനർജന്മമാണ് കാണിച്ചു തരുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബെറ്റർ ഡയറക്ടർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ എൻഗേജിംഗ് ആയി സിനിമ മാറിയേനെ. രണ്ടാമത്തെ സിനിമ നമ്മൾ തെറി പറയുന്നത് സിനിമയുടെ ക്യാമറമാൻ ആണ്, സിനിമാറ്റോഗ്രാഫർ. നല്ല ഊള ക്യാമറ വർക്ക്. ഞാൻ ഈ അടുത്ത കാലത്തിൽ ഏറ്റവും വേഴ്സ്റ്റ് ആയ സിനിമാറ്റോഗ്രാഫിയാണ് ഈ പടത്തിൽ ഞാൻ കണ്ടത്. ശരിയാ, ഇതിന്റെ തൊട്ട് മുന്നേ ഫാറം എന്ന സീരീസ് ഉണ്ട് നിവിൻ പോളിയുടെ. അതിലും ഭയങ്കര ഊള ക്യാമറ വർക്കായിരുന്നു. പക്ഷെ അത് പോട്ടെ, അതൊരു നോർമൽ ആയ ഒരു മലയാളം സീരീസ് ആണ്. അത്യാവശ്യം ലോ ബഡ്ജറ്റിലൊക്കെ നോർമൽ ബഡ്ജറ്റിലൊക്കെ എടുക്കുന്ന സീരീസ്. ഇത് 70 കോടി ബഡ്ജറ്റിൽ ഇത്രയും ഒരു അപരാധം പിടിച്ച ഒരു സിനിമാറ്റോഗ്രാഫറിനെ ഹയർ ചെയ്തതാണ് എനിക്ക് വേറൊരു വിഷമമായിട്ട് തോന്നിയത്. നല്ലൊരു സിനിമാറ്റോഗ്രാഫി ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിനെയൊക്കെ ഹയർ ചെയ്യേണ്ട സമയത്ത് ഇത്രയും ഒരു മീഡിയോക്കർ ലെവൽ ഒരു ക്യാമറ വർക്കാണ് ഈ പടത്തിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് ഈ പടത്തിന്റെ വേറൊരു വലിയൊരു പോരായ്മ. ഭയങ്കര പഴയകാല ക്യാമറ വർക്കാണ് ഈ പടത്തില്. അതേപോലെ ഇതിന്റെ എഡിറ്റിങ്ങും ഇതേപോലെ ഓൾഡ് ലെവൽ. ആകെ ഈ എഡിറ്റർ ചെയ്ത ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ സിനിമ എഡിറ്റ് ചെയ്ത് ക്രിസ്പാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഡയറക്ടർ ഈ എഡിറ്റർ ചെയ്ത ഏറ്റവും വലിയ നല്ല കാര്യം. കളർ ഗ്രേഡിംഗ് ആണെങ്കിൽ പോലും സീരിയൽ ലെവൽ കളർ ഗ്രേഡിംഗ്. ഇതിനകത്ത് ടെക്നിക്കൽ ടീം കംപ്ലീറ്റ്ലി മൊട്ട പൂജ്യമാണ്. ടെക്നിക്കൽ ടീമും ഈ ഡയറക്ടറും ഈ സിനിമ നശിപ്പിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. മ്യൂസിക് ബൈ സാംസിയസ് ആണ്. സാംസിയസിന്റെ മ്യൂസിക്കിന് പോലും വലിയ ഇമ്പാക്ട് ഉണ്ടായില്ല. ഒന്നും തന്നെ ഈ സിനിമയിൽ ഒരു ഇമ്പാക്ട് ആയിട്ട് തോന്നിയില്ല. പിന്നെ ഈ പടത്തിലെ പോസിറ്റീവ് പറയുവാണെങ്കിൽ അത് നമ്മുടെ ലാലേട്ടനാണ്. നമ്മുടെ ലാലേട്ടൻ നല്ല നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു പഴയ കാലത്തെ മോഹൻലാൽ വലിയ വിഗ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും പെർഫോമൻസ് നല്ലതാണ്. പിന്നെ ഇതിൽ 2 ലുക്ക് ഉണ്ട്. 2 ലുക്കിലും ഒരു ലുക്കില് നമ്മുടെ പ്രസന്റ് കാലത്തെ ലുക്കില് നല്ല രസം ഉണ്ടായി കാണാൻ. ആ ഒരു നല്ല സ്ക്രീൻ പ്രസൻസ് നല്ല ഗ്രേസ്ഫുൾ ആയിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പൊ എന്തായാലും മോഹൻലാൽ നല്ലൊരു പോസിറ്റീവ് ഫാക്ടർ തന്നെയാണ്. വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതില് മോഹൻലാലിന്റെ മോൻ, അവന്റെ പേര് അവന്റെ പേര് സമർജിത്ത് ലങ്കേഷ്. നല്ല കച്ചറ അഭിനയം തന്നെയായിരുന്നു മോൻ. പിന്നെ മോന്റെ ലവ് ഇൻട്രസ്റ്റിന്റെ ഒരു പെണ്ണുണ്ട്, ആക്ട്രസ് ഉണ്ട്. ആക്ട്രസ് പോലും നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതല്ലാണ്ട് കുറെ ഊള അഭിനയം നമുക്ക് ഈ സിനിമയിൽ ഉടനീളം കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമയാണത്. പിന്നെ ഈ സിനിമയുടെ സ്റ്റണ്ട്സ് ഞാൻ എടുത്ത് പറയുന്നുണ്ട്. സ്റ്റണ്ട് കൊള്ളാം. നല്ല സ്റ്റണ്ട് ആയിരുന്നു. ഇതിൽ സ്റ്റണ്ട് വരുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ചിരുത്തി നമ്മളിരുന്ന് കാണും. ഒരു നോർമൽ സ്റ്റണ്ട് ഒക്കെ തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും അത് നന്നായിട്ട് കോറിയോഗ്രാഫി ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റണ്ട് പരിപാടി നന്നായിട്ടുണ്ട്. നല്ല ആക്ഷൻ കോറിയോഗ്രാഫി. നല്ല സ്റ്റൈലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ലാലേട്ടൻ ഇന്റർവെൽ തൊട്ട് മുന്നേ മുണ്ടും മടക്കിയ ഒരു സാധനം ഉണ്ട്. അതൊക്കെ നല്ല രസമായിരുന്നു. നല്ല ക്യാമറ വർക്ക് ആണെങ്കിൽ പോലും ലാലേട്ടൻ ആ ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു രസം ഉണ്ടായി. പിന്നെ ഇതിന്റെ സെറ്റ് ഡിസൈനും അത്യാവശ്യം നന്നായിരുന്നു. പക്ഷെ ഒരു ഭയങ്കര മോശം CGI വർക്കും അതേപോലെ AIയും ആ ഒരു കംപ്ലീറ്റ്ലി അവരുടെ വില കളഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബെറ്റർ ഡയറക്ടറും അത്യാവശ്യം നല്ലൊരു ക്രൂ ഉണ്ടായിരുന്ന ഈ സിനിമ കുറച്ചുകൂടെ ഭേദമായേനെ. ഈ കുറച്ച് പരിപാടിയൊക്കെയാണ് ഈ സിനിമേനെ ഇല്ലാണ്ടാക്കിയ പോലെയാണ് എനിക്ക് തോന്നിയത്. ഈ സിനിമ കാണാൻ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ അത് ഈ സിനിമയിൽ അത് ഈ ലാലേട്ടനും അതേപോലെ ഈ സിനിമയുടെ സ്റ്റണ്ട് പരിപാടിയും അതേപോലെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒരു കുറച്ച് എൻഗേജിങ് മൊമെന്റ്സും ഉണ്ട് ഈ പടത്തിൽ. പക്ഷെ അതിനുവേണ്ടി ഞാൻ കാണണമെന്ന് നിർബന്ധിച്ച് പറയില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇത് എന്റെ പേഴ്സണൽ ആയ അഭിപ്രായമാണ്. ഏതായാലും ഡിസംബർ മാസത്തെ മോഹൻലാലിന്റെ അടുത്തൊരു ബോംബാണ് ഈ ഒരു വൃഷഭ. ഇതിനു മുന്നേ ബറോസ് ആയിരുന്നു. അതിനു മുന്നേ മരക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഈ വർഷത്തെ ഡിസംബറിലെയാണ് വൃഷഭ. എന്തായാലും കണ്ടു നോക്കേണ്ട അഭിപ്രായം പറയുക. ഫോർ മോർ റിവ്യൂസ് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അബി റിവീൽസ്.